മാധ്യമപ്രവർത്തകരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള എല്ലാ ബഹുമാനരായ ആളുകളെയും കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കിനാൽ പാത വിരിച്ചതിൽ കിഴിവണ്ടിയിൽ പായുമ്പോൾ എന്റെ തലപ്പാറയുടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആൾ പേരെന്താണ്? മഹാവീരൻ അയ്യങ്ങളെ പോയിട്ടാണ് മക്കളെ. ഇതിന് വലിയൊരു വേദി മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ ശ്രീവേടൻ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് ഓർമ്മ ദിനത്തിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തില് സ്വാതന്ത്ര്യ പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ട് പാടിയിട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. പിന്നെ അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടിയേറി പായുമ്പോൾ നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളെ പേരെന്താണ്? പോയിട്ടാണ് മക്കളെ. ഇതിന് വലിയൊരു വേദി ഞാൻ കാണാൻ പറ്റുന്നത്. വണക്കം. വളരെ കുറച്ച് സമയമേ അനുവദിയുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുപാടായിരുന്നു. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. കടലമ്മ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട്
ഒത്തുകൂടാൻ പറ്റുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതന ധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം. നമ്മളെപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല, ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. മാവീരൻ, മഹാവീരനാണ് അയാൾ. അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി, മക്കളെ വരാടാക്കണ്ട ഒരു മിനിറ്റ്, അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക്, ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. നന്ദി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അധികം ഒന്നും മിണ്ടുന്നില്ല. ഞാനൊരു പാട്ടുകാരനുള്ള, ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം.